ദ ലോർഡ്. ബൈബിളിലെ 11ാമത്തെ പുസ്തകമാണ് 1 രാജാക്കന്മാർ. അധ്യായങ്ങൾ 22, വാക്യങ്ങൾ 816, ചോദ്യങ്ങൾ 66, പ്രവചനപരമായ വാക്യങ്ങൾ 72, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 36, ആജ്ഞകൾ 92, മുന്നറിയിപ്പുകൾ 73, വാഗ്ദാനങ്ങൾ 6. രാജാക്കന്മാരുടെ 1ഉം 2ഉം ഗ്രന്ഥങ്ങൾ മൂലഭാഷയായ എബ്രായയിൽ ഒറ്റ പുസ്തകമായിരുന്നു. ദാവീദ് രാജാവിന്റെ മരണം മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രസ്തുത ഗ്രന്ഥങ്ങളിലുള്ളത്. എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ഒന്നിന് പകരം 2 ചുരുളുകൾ വേണ്ടി വന്നതുകൊണ്ടാകാം സൗകര്യത്തെ കരുതി സെപ്റ്റുവജിന്റ് പരിഭാഷക്കാർ ഇതിനെ 2ആക്കി വിഭജിച്ചത്. 1ഉം 2ഉമായി തിരിച്ചത് വിഷയമനുസരിച്ച് ശരിയായിട്ടില്ല. ഒരു ചുരുൾ തീർന്നപ്പോൾ അത് ഒരു പുസ്തകമാക്കി മാറ്റി എന്ന് കരുതണം. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം: ശലോമോന്റെ കാലശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയും വടക്കുള്ള 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിലും തെക്കുള്ള 2 ഗോത്രങ്ങൾ യഹൂദ എന്ന പേരിലും അറിയപ്പെടുകയും ചെയ്തു. യഹൂദയിൽ 20 രാജാക്കന്മാർ 345 വർഷം ഭരിച്ചു. അവരെല്ലാം ദാവീദിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു. വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തിൽ 19 രാജാക്കന്മാർ 210 വർഷം ഭരണം നടത്തി. 9 കുടുംബങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു അവർ. അവരിൽ 8 പേർ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ആയിരുന്നു. യഹൂദ ഭരണത്തിന് കീഴിൽ പലപ്പോഴും ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇസ്രായേലിൽ യാതൊരു ഉണർവും ഉണ്ടായിട്ടില്ല. ശലോമോന്റെ ഭരണകാലം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സുവർണകാലമായിരുന്നുവെങ്കിലും തന്റെ വാർദ്ധക്യകാലം ദുഃഖപര്യവസാനമായിരുന്നു. മഹത്വപൂർണമായിരുന്ന സാമ്രാജ്യം അതിവേഗത്തിൽ ശിഥിലീകൃതമായി തീർന്നു. ആഡംബര തൃഷ്ണതയും ദുർവ്യയവും കടിഞ്ഞാണില്ലാതെ വർദ്ധിച്ചതിനാൽ ജനങ്ങളെ അമിത നികുതിക്ക് വിധേയരാക്കി. 1000ൽ പരം ഭാര്യമാരുണ്ടായിരുന്നതിനാൽ ശലോമോന്റെ വിവാഹ ജീവിതം ധൂർത്തിന്റെ കേളീരംഗമായി മാറി. മാത്രമല്ല, തന്റെ വിജാതീയ ഭാര്യമാർ ശലോമോനെ വിഗ്രഹാരാധനയിലേക്കും വഴി നടത്തി. മാത്രമല്ല, ശലോമോന്റെ മരണത്തോടെ രാജ്യം 2ആയി വിഭജിക്കപ്പെടുവാൻ കളമൊരുങ്ങിയുമിരുന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ ഭരണത്തിലെ ജയാപജയങ്ങൾ രേഖപ്പെടുത്തുക. എഴുത്തുകാരൻ: യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് രാജാക്കന്മാരുടെ 2 ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാരൻ ഇരെമ്യാ പ്രവാചകനാണ്. എഴുതിയ കാലം BC 630നും 600നും മധ്യേ. സ്ഥലം യെരുശലേമിൽ വച്ച്. കാലപരിധി ഏകദേശം 125 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിനുള്ളത്. ആമേൻ.